നമസ്കാരം. പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പൂരി ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ല ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ തുടങ്ങാം അല്ലേ? പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 400 ഗ്രാം ആട്ടയാണ് എടുത്തേക്കുന്നത്, ഗോതമ്പ് പൊടി. ഇതിലേക്ക് 1/2 ഗ്ലാസ് വറക്കാത്ത റവയാണ് ചേർക്കുന്നത്. ഉപ്പ് 1 ടീസ്പൂണ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ഓയിൽ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ഗ്ലാസ് പാൽ. അത് തിളപ്പിച്ചതോ പച്ചപ്പാലോ ഏതായാലും കുഴപ്പമില്ല. 1/4 ഗ്ലാസ് ഒഴിക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉപ്പിൻ്റെ അളവ് നോക്കുക. ആവശ്യമെങ്കിൽ വീണ്ടും ഉപ്പ് കൂടി ചേർക്കുക. കുഴച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താൽ അത് അവിടെ എവിടെയും പറ്റിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാവുന്നതാണ്. കുറേശ്ശെ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിക്ക് കുഴച്ചെടുക്കണം. കൂടുതൽ ഒട്ടും ലൂസായി പോകരുത്. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. നല്ല മയത്തിൽ കുഴയ്ക്കണം. ഇങ്ങനെ ഒന്ന് കുഴച്ച ശേഷം അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിനെ ഒന്ന് കുഴച്ചല്ല, അതിൻ്റെ പുറത്തൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി 20 മിനിറ്റ് സമയത്തേക്ക് ഇതിനെ അടച്ച് വെക്കാം, ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് പൂരി മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതുപോലെ കുറച്ച് മാവെടുത്ത് ഒരു ചെറിയ നാരങ്ങയെക്കാട്ടിലും ചെറുത്, എന്നാൽ ഒരു മുഴുത്ത നെല്ലിക്കയെക്കാട്ടിലും വലുത്, അത്രയും വലിപ്പത്തിലുള്ള ഒരു മാവെടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചൊന്ന് ഞെക്കിയെടുക്കുക നന്നായിട്ട്. എന്നിട്ട് സ്വല്പം എണ്ണ അതിൽ തേച്ച് പിടിപ്പിച്ച് ഇതുപോലെ ചെറുതായിട്ട് പരത്തിയെടുക്കുക. ഇനി തിളച്ച എണ്ണയിലേക്ക് പൂരി ഇടുന്നു. പരത്തി വെച്ച പൂരി ഇട്ടു. അടുത്തതും ഇങ്ങനെ ഇട്ടു. പൊങ്ങി വരുമ്പോൾ ഇങ്ങനെ ഒന്ന് അമക്കി കൊടുത്താൽ മതി ചെറുതായിട്ട്. കളറ് മാറുമ്പോൾ എടുക്കുക. സ്വല്പം ഇങ്ങനെ നമക്കിയാൽ മതി. ഇല്ലെങ്കിലും പൊങ്ങുന്നില്ലെന്ന് തോന്നിയാൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൊടുത്താൽ മതി. പൂരി റെഡിയായി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ കണ്ടതിനായിട്ട് താങ്ക്സ് പറയുന്നു. എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയൊക്കെ വേണം. ഓക്കെ, ബൈ.